everybody, welcome to Anisha's vlog. ഇന്ന് രാവിലെ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ച് എണീറ്റിരുന്നപ്പോഴാണ് അജിഷിൻ്റെ കോൾ വന്നത്. ഇന്ന് നമുക്ക് വെളിയിൽ പോയി ഫുഡ് കഴിച്ചാലോ? കേട്ട വാതി കേൾക്കാത്ത വാതി ഞാൻ ഓക്കെ പറഞ്ഞു. സോ ഇന്ന് വെളിയിലൊക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്യാം. ഉച്ചയായി, അച്ഛൻ അപ്പോൾ അച്ഛൻ ഇവിടെ എത്തി. ഞാൻ റെഡിയായിട്ട് താഴെ വന്നു. ഞങ്ങളിങ്ങനെ ലഞ്ച് കഴിക്കാനായിട്ട് വെളിയിൽ പോവാണ്. വെളിയിൽ നല്ല ട്രാഫിക്കാണ്. സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇത് കുവൈറ്റിൻ്റെ ഫർവാനി ഏരിയ ആണ്. ഫർവാനിയിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ നാളായിട്ട് ഇങ്ങനെ സ്റ്റീക്ക് കഴിക്കണം എന്നൊരാഗ്രഹം. കാരണം ഈ വീഡിയോസൊക്കെ കാണുമ്പോഴേ നമ്മുടെ വായിൽ വെള്ളം വരും. സോ അതിൻ്റെ ടേസ്റ്റ് എന്താവുന്നെന്ന് ടേസ്റ്റ് ചെയ്തേക്കാൻ വിചാരിച്ചു. സോ ഇന്ന് ഞങ്ങൾ ലഞ്ചിന് സ്റ്റീക്ക് കഴിക്കാനാണ് പോകുന്നത്. പണി കിട്ടി ഗായ്സ്. ഔട്ട് സൈഡിൽ നല്ല പൊടിക്കാറ്റുണ്ട്. പൊടിക്കാറ്റുള്ള സമയത്ത് ഔട്ട് സൈഡിൽ കൂടെ കറങ്ങുന്നത് അത്ര നല്ലതല്ല. എന്തായാലും പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു കയറും. അങ്ങനെ ഞങ്ങൾ ഗസാലി റോഡിലോട്ട് കയറാൻ പോവാണ്. ഇതൊക്കെയാണ് കുവൈറ്റിലെ റോഡിലെ കാഴ്ചകൾ. ഇത് ഫർവാന കഴിഞ്ഞ് അവന്യൂസിലോട്ട് പോകുന്ന റോഡാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഇവിടുന്ന് വളരെ എളുപ്പമാണ്, ഒത്തിരി ദൂരമൊന്നുമില്ല. സി റോഡ് എന്ത് രസമായിട്ടാണ് കിടക്കുന്നത്. ഇച്ചിരി വെട്ടം കുറവായതുകൊണ്ടാണ്, കാരണം പൊടിക്കാറ്റല്ലേ, അല്ലെങ്കിൽ നല്ല ക്ലിയറായിട്ട് കിട്ടുന്നത്. ആക്ച്വലി ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അവന്യൂസ് മോളിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്നായിരുന്നു. അവന്യൂസ് മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവൈറ്റിലെ തന്നെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മോളാണ്. വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഷോപ്പിംഗ് മോളിലൊന്നാണ്. ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. ഒത്തിരി ഉണ്ട്, ഏക്കേഴ്സ് ഉണ്ട് ഈ ഷോപ്പിംഗ് മോള്. നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം ഒരറ്റത്ത് എത്തണം എന്നുണ്ടെങ്കിൽ. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ ഈ അവന്യൂസ് മോളിൻ്റെ ഔട്ട് സൈഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇത്രയും ചൂടുള്ളിടത്തും ഇത്രയും പച്ചപ്പ്. നേരത്തെയൊക്കെ വരുമ്പം ഇവിടെയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇച്ചിരി കുറഞ്ഞു എന്നൊരു സംശയമുണ്ട്. പക്ഷേങ്കിൽ എന്നാ ഇവിടെ ടോപ്പ് ഓഫ് ദി ബ്രാൻഡ്സിൻ്റെ എല്ലാ ഷോപ്സും അവൈലബിളാണ് അവന്യൂസ് മോളിനുള്ളിൽ. എല്ലാം എക്സ്പെൻസീവാണ്. നല്ല എക്സ്പെൻസീവായിട്ടുള്ള ഇഷ്ടം പോലെ ഷോപ്സാണുള്ളത്. നമ്മളെപ്പോലുള്ളവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് പോയി കണ്ട് കറങ്ങി എൻജോയ് ചെയ്തിട്ട് വരാം. പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോരാം. ക്യാരിഫോർ നല്ലൊരു ഷോപ്പാണ് അവന്യൂസിൽ. എല്ലാ ഐറ്റംസും ഗ്രോസറീസും എല്ലാം കിട്ടും. അവിടുത്തെ ഫ്രൂട്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ ഗുഡ് ക്വാളിറ്റിയാണ് കിട്ടുന്നത്. സോ അത് അഫോർഡബിളായിട്ടുള്ളൊരു ഷോപ്പാണ്. നമുക്ക് എന്ത് രസമായിട്ടാണ് പുല്ലൊക്കെ മുളച്ച് നിൽക്കുന്നത്. ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇതൊക്കെ കാണുമ്പം, ഈ പുല്ലൊക്കെ കാണുമ്പം നാട് നമ്മൾ തന്നെ ഓർത്തു. നാട്ടിലൊക്കെ എപ്പോഴും പച്ചപ്പല്ലേ, നമ്മളിങ്ങനെയൊക്കെ ഉള്ളിടത്ത് വരുമ്പോഴാണ് പച്ചപ്പ് കാണുന്നത്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് അവന്യൂസിലെത്തി. ഇനി നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് കയറുവാണേ. വണ്ടി അങ്ങനെ പാർക്ക് ചെയ്തിട്ടു. ഇനിയും ബേസ്മെൻറ്റിൽ നിന്ന് മേലോട്ട് കയറാൻ പോകും. എന്ത് രസമായിട്ടല്ലേ അവരെ ബേസ്മെൻ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്ക്.
നല്ല ഭംഗിയുണ്ടല്ലേ? അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. ഇവിടെ ചീസ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. നല്ല സൂപ്പർ ചീസ് കേക്ക് കിട്ടും. ഞങ്ങൾ നേരത്തെ വന്ന് കഴിച്ചിട്ടുണ്ട് ഇവിടെ. ആക്ച്വലി ഇന്നിപ്പം ഞങ്ങൾ കയറുന്നില്ല, കാരണം ആദ്യം സ്റ്റീക്കിലേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ ഫൈനലി ടെക്സാസിലെത്തി സ്റ്റീക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി. അങ്ങനെ സ്റ്റാർട്ടറായിട്ട് കിട്ടിയത് സിനമൺ ഫ്ലവേർഡ് ആയിട്ടുള്ള നല്ല സ്വീറ്റ് ബണ്ണായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ആ സിനമൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ സ്റ്റീക്ക് എത്തിപ്പോയി. സ്റ്റീക്കിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, സ്റ്റീംഡ് കോൺ ഉണ്ട്. ലുക്കൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ സ്ലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റീക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സാലഡ് ഇഷ്ടം പോലെ, പിന്നെ ഒരു സ്പ്രിങ്കിൾഡ് വാട്ടറും ഓർഡർ ചെയ്തായിരുന്നു. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ടു ഈറ്റ്. കൊള്ളാം കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇച്ചിരി ഇഷ്ടം നമ്മുടെ മിക്സ്ഡ് ഗ്രില്ലൊക്കെ ഉണ്ടല്ലോ, അതിന് ഇച്ചിരി ടേസ്റ്റിയാണ്. പക്ഷേ ഇത് വേറെ ഐറ്റം അല്ലേ. സോ കൊള്ളാം, നല്ല ടേസ്റ്റാണ്. സാലഡ് ഇഷ്ടം പോലെ നല്ലതായിട്ടാണ്. Thank you. എക്സ്പെൻസീവ് ആണെങ്കിലും വല്ലപ്പോഴും ട്രൈ ചെയ്യാൻ നല്ലതാണ്. അതിനുശേഷം ഞങ്ങളൊരു ഐസ്ക്രീം ഷോപ്പിൽ കയറി. നല്ല ഐസ്ക്രീം ഞങ്ങൾ അവിടെ കഴിച്ചു. ഇത് അഫോർഡബിൾ ആണ്. ഇത് ½ kg ഉണ്ട്. റിയലി ടേസ്റ്റിയുമാണ്. നല്ലൊരു ആംബിയൻസ് കഴിക്കാനും പറ്റും. അപ്പം ഞങ്ങൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. സോ എല്ലാവർക്കും ബായ്. ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.
ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സോ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. God bless you all. Thank you.